1999 ക്രിസ്മസ് തലേന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് IC-814 ഹർക്കത്ത് ഉൽ മുജാഹിദീൻ ഗ്രൂപ്പിലെ 5 സായുധർ ചേർന്ന് റാഞ്ചുകയും അവസാനം താലിബാൻ ഭരണത്തിന്റെ കീഴിലായിരുന്ന അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. ഇന്റലിജൻസ് ബ്യൂറോയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനും പ്രതിസന്ധി പരിഹാര വിദഗ്ധനുമായി അറിയപ്പെട്ടിരുന്ന അജിത് ഡോവലിനെ പ്രധാന മധ്യസ്ഥരിൽ ഒരാളായി ഉടനടി സ്തംഭസ്ഥലത്തേക്ക് അയച്ചു. അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം വിലമതിക്കാനാവാത്തതായിരുന്നു. കാരണം അദ്ദേഹത്തിന് 1971 മുതൽ 1998 വരെ നടന്ന എല്ലാ 15 പ്രധാന ഇന്ത്യൻ എയർലൈൻസ് വിമാന റാഞ്ചലുകളും പരിഹരിക്കുന്നതിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. ഇത് ഈ പ്രത്യേക ഉയർന്ന സമ്മർദ്ദമുള്ള മേഖലയിൽ അദ്ദേഹത്തെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദഗ്ധനാക്കി. തീവ്രവാദ ഗ്രൂപ്പുകളെയും പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റിനെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള അറിവും ബന്ധങ്ങളും റാഞ്ചികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അവരുടെ ഭീഷണികളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനും അത്യന്താപേക്ഷിതമായിരുന്നു. കാണ്ഡഹാറിലെ ഡോവലിന്റെ കാലം ഒരു അവിരാമമായ മാനസിക മാരത്തോണായിരുന്നു. 3 പ്രധാന ഘടകങ്ങളാൽ ചർച്ചകൾ സങ്കീർണമായി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 170-ലധികം യാത്രക്കാരെയും ജീവനക്കാരെയും ബന്ധനഖരാക്കിയിരുന്നു. റാഞ്ചികൾ റിപ്പൺ കത്യാലിനെ കുത്തിക്കൊലപ്പെടുത്തി അവരുടെ ക്രൂരത തെളിയിച്ചിരുന്നു. താലിബാൻ പ്രത്യക്ഷത്തിൽ സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ റാഞ്ചികൾക്ക് സംരക്ഷണം നൽകുകയും അവർക്ക് സാധനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു. ഇത് നേരിട്ടുള്ള